നിശബ്ദതയിൽ ആകാശത്തേക്ക് നോക്കിയാൽ എല്ലാ മാസവും നമ്മൾ കാണുന്നത് ഒരേ ചന്ദ്രനെയാണോ? കാഴ്ചയിൽ അങ്ങനെ തോന്നാമെങ്കിലും ഓരോ മാസത്തെയും പൗർണമിക്ക് ഓരോ കഥകൾ പറയാനുണ്ട്. ചിലപ്പോൾ അത് മഞ്ഞുകാലത്തിൻ്റെ തണുപ്പിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ വസന്തത്തിൽ പൂക്കുന്ന പൂക്കളെ കുറിച്ചാകാം. മനുഷ്യൻ കലണ്ടറുകൾ നിർമ്മിക്കുന്നതിന് എത്രയോ മുൻപ് പ്രകൃതിയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ പൂർവികർ ആശ്രയിച്ചിരുന്നത് ഈ വെള്ളി നിലാവിനെയായിരുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പേരുകളും അതിലുപരി ശാസ്ത്രീയമായ പ്രത്യേകതകളുമുള്ള ചന്ദ്രൻ്റെ ആ 12 ഭാവങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കേവലം വാന നിരീക്ഷണമല്ല, മറിച്ച് പ്രകൃതിയുടെ താളത്തിനൊത്ത് ചന്ദ്രൻ നടത്തുന്ന മനോഹരമായ ഒരു നൃത്തമാണ്. നിങ്ങൾക്കറിയാമോ, സെപ്റ്റംബറിലെ ഹാർവെസ്റ്റ് മൂൺ കർഷകരുടെ കൂട്ടുകാരനാകുമ്പോൾ ഏപ്രിലിലെ പിങ്ക് മൂൺ കാടിൻ്റെ നിറം മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. പ്രാദേശികമായ കാലാവസ്ഥാ മാറ്റങ്ങളും കാർഷിക രീതികളും വന്യജീവികളുടെ സ്വഭാവവും അടിസ്ഥാനമാക്കിയാണ് ഓരോ മാസത്തെയും പൗർണമിക്ക് പ്രത്യേക പേരുകൾ നൽകിയിരിക്കുന്നത്. ഭൂമിയെ ചുറ്റുന്ന ഏക ഉപഗ്രഹമായ ചന്ദ്രൻ പലതരം വേഷപകർച്ചകൾ നടത്താറുണ്ട്. പ്രധാനമായി 2 ചന്ദ്ര പ്രതിഭാസങ്ങളാണുള്ളത്: ബ്ലഡ് മൂൺ, ബ്ലൂ മൂൺ എന്നിവ. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്താണ് നമുക്ക് ബ്ലഡ് മൂൺ കാണാൻ സാധിക്കുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിലെ ചുവപ്പ് തരംഗങ്ങൾ ചന്ദ്രനിൽ പതിക്കുന്നു. ഇതിനെ റെയ്ലേ സ്കാറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് ചന്ദ്രന് ഒരു രക്തവർണം നൽകുന്നു. നമ്മളിൽ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നത്. ബ്ലൂ മൂണിൻ്റെ റെയർ ഒക്കറൻസ് ആണ് ഈ ഒരു എക്സ്പ്രഷനിലൂടെ സൂചിപ്പിക്കുന്നത്. ബ്ലൂ മൂൺ എന്നാൽ നീല നിറത്തിലുള്ള ചന്ദ്രൻ എന്നല്ല അർത്ഥം. ഇത് കാണാൻ സാധാരണ മാസങ്ങളിൽ കാണുന്ന പൗർണമി ചന്ദ്രനിൽ നിന്നും ഒട്ടും വ്യത്യസ്തവുമല്ല. ഒരു സീസണിൽ സാധാരണമായി 3 പൗർണമികളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചിലപ്പോൾ 4 പൗർണമികൾ വരെ വരാം. അതിലെ ആ അധിക പൗർണമിയെയാണ് ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായി 2.5 വർഷത്തിലൊരിക്കൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. 1940-കൾ മുതൽ ഒരു കലണ്ടർ മാസത്തിൽ തന്നെ വരുന്ന 2ാമത്തെ പൗർണമിയെയും ബ്ലൂ മൂൺ എന്ന് വിളിച്ചു തുടങ്ങി. ഇതും സാധാരണയായി 2.5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇനി ഓരോ മാസങ്ങളിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് മൂണാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 1-നെത്തിയ സ്നോ മൂൺ. വടക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ചയുള്ള സമയമായതിനാലാണ് സ്നോ മൂൺ എന്ന പേര് ലഭിച്ചത്. മാർച്ച് 3-നെത്തുന്ന വേം മൂൺ. തണുപ്പ് മാറി മണ്ണ് ചൂടാകുമ്പോൾ മണ്ണിരകൾ പുറത്തു വരുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. വസന്തത്തിൻ്റെ വരവറിയിക്കുന്ന ചന്ദ്രനാണിത്. ഏപ്രിൽ 1-നെത്തുന്ന പിങ്ക് മൂൺ. ഫ്ലോക്സ് അബുലാറ്റ എന്ന പിങ്ക് പൂക്കൾ വിരിയുന്ന കാലമായതിനാലാണ് ഈ പേര്. മെയ് 1-നെത്തുന്ന ഫ്ലവർ മൂൺ. വസന്തകാലം സജീവമാകുന്നതോടെ എല്ലായിടത്തും പൂക്കൾ നിറയുന്ന സമയത്താണ് ഫ്ലവർ മൂൺ പ്രത്യക്ഷപ്പെടുന്നത്. ജൂൺ 29-നെത്തുന്ന സ്ട്രോബെറി മൂൺ. വടക്കേ അമേരിക്കയിൽ സ്ട്രോബെറി പഴങ്ങൾ വിളവെടുക്കുന്ന സമയമാണിത്. ജൂലൈ 29-നെത്തുന്ന ബക്ക് മൂൺ. ആൺമാനുകളുടെ തലയിൽ പുതിയ കൊമ്പുകൾ മുളച്ചു വരുന്ന സമയമാണ് ബക്ക് മൂൺ കാണാൻ കഴിയുന്നത്. ഓഗസ്റ്റ് 28-നെത്തുന്ന സ്റ്റേർജിയൻ മൂൺ. വലിയ തടാകങ്ങളിൽ സ്റ്റേർജിയൻ മീനുകളെ ധാരാളമായി കാണുന്ന സമയം. സെപ്റ്റംബർ 26-നെത്തുന്ന ഹാർവെസ്റ്റ് മൂൺ. ശരത്കാല വിളവെടുപ്പിന് വെളിച്ചം നൽകുന്ന നിലാവായാണ് ഹാർവെസ്റ്റ് മൂൺ വരുന്നത്. ഒക്ടോബർ 26-നെത്തുന്ന ഹണ്ടേഴ്സ് മൂൺ. വേട്ടക്കാർക്ക് മൃഗങ്ങളെ കണ്ടെത്താൻ എളുപ്പമുള്ള നിലാവുള്ള സമയമാണിത്. നവംബർ 24-നെത്തുന്ന ബീവർ മൂൺ. ബീവറുകൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ കൂടുകൾ ഒരുക്കുന്ന സമയം. ഡിസംബർ 24-നെത്തുന്ന കോൾഡ് മൂൺ. തണുപ്പ് ഏറ്റവും കൂടുന്ന രാത്രികൾക്ക് ദൈർഘ്യമുള്ള സമയം. 2026-ൽ വാനനിരീക്ഷകർ 3 പ്രധാന പ്രതിഭാസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സൂപ്പർ മൂൺ. 2026-ന്റെ അവസാന മാസങ്ങളിൽ, അതായത് നവംബർ, ഡിസംബർ മാസങ്ങളിൽ ചന്ദ്രൻ ഭൂമിയോട് കൂടുതൽ അടുത്ത് വരുന്നതിനാൽ വലിയ ചന്ദ്രനെ കാണാൻ സാധിക്കും. 2, പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്. 2026 ഓഗസ്റ്റിൽ ഒരു ഭാഗിക ചന്ദ്രഗ്രഹണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ദൃശ്യമായേക്കാം. അടുത്തത് സോളാർ എക്ലിപ്സ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യഗ്രഹണം. 2026 ഓഗസ്റ്റ് 12-ന് ഒരു പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും യൂറോപ്പിലും ആർട്ടിക് മേഖലയിലുമാണ് ദൃശ്യമാകുക. ഒരു കാര്യം കൂടി, ചന്ദ്രനെ നിരീക്ഷിക്കുമ്പോൾ ഒരു ബൈനോക്കുലറോ ചെറിയ ടെലസ്കോപ്പോ ഉണ്ടെങ്കിൽ ചന്ദ്രനിലെ ഗർത്തങ്ങൾ, അതായത് ക്രേറ്റേഴ്സ്, കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും.